സിനിമയും ഒന്ന് ഓടിച്ച് പറ, എൻ്റെ ക്യാരക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ആ സിനിമ ഓടിച്ചിങ്ങനെ ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് അങ്ങ് മാറ്റി വെക്കണം, നിന്റെ വിഷൻ നിന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയേണ്ടത്, നീ അത് കണ്ണടച്ചിരുന്നങ്ങ് പറയുക, ഞാൻ കണ്ണടച്ച് വിട്ടിരുന്ന് കേൾക്കാം. കൃത്യമായിട്ട് നല്ല ഒരു കേൾവിക്കാരനായിട്ടിരുന്ന് ഇവനിങ്ങനെ അപ്പം ഞാനിങ്ങനെ മനസ്സിലാഗ്രഹിക്കുന്നത് എൻ്റെ ഇവൻ പറയുന്ന കാര്യങ്ങളിൽ എൻ്റെ ചിന്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ വേണ്ടെന്ന് വെക്കാം, അവനെ ആ സിനിമ എങ്ങനെ ചെയ്യാതിരിക്കാം, അതിന് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ തപ്പി അടിയുമ്പോൾ പറയണ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവനെ ചേട്ടാ ഇങ്ങനെ ഞാൻ ഒരു പോലീസ് ക്യാരക്ടറാണ്, ചേട്ടൻ മറ്റേ ഇന്നടത്തെ ഒരു ചെന്നൈയിൽ നടക്കുന്ന സംഭവമാണ്, ചെന്നൈയിലെ അവിടുത്തെ ഇന്ന സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസറാണ്, ഞാനിങ്ങനെ ഡബ് ചെയ്യുന്നുണ്ട്, രാമപുരത്തെ SI ആയിട്ടാണ് ഞാൻ ആദ്യം ചെങ്കോലി വന്നത്, പുല്ല് പറ ഇങ്ങനെ നേരിട്ട് പറയില്ല. അപ്പോൾ അതിനകത്ത് നായികയുടെ അച്ഛൻ ചേട്ടനെ കാണാനായിട്ട്, നായിക മിസ്സിംഗ് ആണ്, നായികയുടെ അച്ഛൻ ലാലു പ്രസാദ് ചേട്ടനെ കാണാനായിട്ട് വരികയാണ്. അതിനകത്ത് എൻ്റെ അച്ഛൻ തന്നെയാണ് വരുന്നത്, മറ്റേ അച്ഛൻ തന്നെയാണല്ലോ എന്നെ കാണാനായിട്ട് സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഇങ്ങനെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മറ്റേ ആൾ പറഞ്ഞത്, ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. ഞാൻ പറഞ്ഞു എന്തോന്ന്, അതുവരെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്തോന്ന് ചോദിച്ചു. ഊക്കൻ ടിൻഡു ഈ വളർന്ന് സുരാജ് വെഞ്ഞാറമൂട് അന്നേരം ഒരു ഹീറോ ഒന്നും ആയിട്ടില്ല, അയാൾ ഈ സ്ലാപ്സ്റ്റിക് കോമഡി അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര അതിനകത്ത് ഒരു പേര് തന്നെ ഉണ്ടല്ലോ, എന്താണ് ദശമൂലം അങ്ങനെയൊക്കെ ഉള്ള പേരുകൾ ആയിട്ട് അവൻ നല്ല സ്റ്റൈലായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദശമൂലം ദാമൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം നീ ആ സുരാജിനെ എങ്ങനെ വിളിച്ചു, അവൻ നല്ല അവൻ കറക്റ്റ് ആയിരിക്കും, അവൻ ആ പേര് ഈ ദശമൂലം ദാമോ എന്നുള്ള പേരൊക്കെ ഉള്ളതുകൊണ്ട് ഊക്കൻ ടിൻഡു അവന് ചേരും, അവനെ വിളിച്ച് ചെയ്യുന്നത്. അവൻ ചേട്ടാ ശരിയാണ്, എന്താണ് സുരാജ് ചേട്ടനത് ചേരും, ആ പേര് ചേരും, പക്ഷെ എനിക്കതല്ല ആവശ്യം, ചേട്ടൻ ആ പേര് ചേരില്ല എന്നുള്ളതാണ് എനിക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച്, അതൊരു സ്പാർക്കാണ്. അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് ഞാൻ വന്നത്. അല്ലാണ്ട് ആ ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര സംഭവമൊന്നും അല്ല ഇതിനകത്ത്, അല്ലാതെ ആ ക്യാരക്ടർ അല്ലാതെ ചിന്തിച്ച ഒന്നുമല്ല. ശരിയാണ്, പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് അത് ഹ്യൂമർ ഒരു ആ രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വർക്കാവില്ല, അല്ലേ? ആ പേര് നിർത്തിക്കൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ശരി സാറിന്റെ പേരെന്താ ഊക്കനിട്ട് അത് പറയാൻ പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം.